ഹായ്, എസ് പി അരുളന. മൂവാറ്റുപുഴയിലെ കോൺഗ്രസിൻ്റെ വീറുറ്റ പോരാളിയായിട്ടുള്ള കുഴലിൻ്റെ സർവേ റാങ്കിങ് കണ്ടിട്ട് എന്തൊരു കഷ്ടമാണ്. ഈ പിണറായി വിജയനെ മാപ്രാ കോലുകൾക്ക് മുന്നിൽ 10 തെറി വിളിച്ചാൽ വാർത്താ ഇടങ്ങൾ കിട്ടും, അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമാക്കി കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മാധ്യമങ്ങൾ മാറ്റും എന്നതിനപ്പുറം ജനഹൃദയങ്ങളിൽ എവിടെയാണ് മൂവാറ്റുപുഴയുടെ MLA അവസ്ഥയെന്ന് നിങ്ങൾ തന്നെ കാണും. നമുക്ക് മൂവാറ്റുപുഴ മുഖ്യമന്ത്രിക്ക് നേരെ നേരെ നിന്ന മാത്യു കുഴൽനാടൻ. അതെ, കേസുമായി കോടതിയിൽ പോയ മാത്യു കുഴൽനാടൻ. അതെ അതെ പല കേസുകളുമായി പോവുകയും പല കേസുകളിൽ തിരിച്ചടി നേരിടുകയും ചില കേസുകളിൽ ഇപ്പോഴും ചെയ്ത മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടൻ വിവാദങ്ങളിൽ പെടുകയും 46.2 നോക്കൂ 46.2 ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായി തന്നെ പഠിക്കണം. അതായത് ഒരു പക്ഷേ അടുത്ത എതിർവോട്ട് അവിടെ ഉണ്ട്. അതായത് ആ മണ്ഡലത്തിൽ ഇത് മാത്രമല്ല സൈബർ ഇടങ്ങളിലെ ശക്തിപ്പോര് അല്ലെ, അത് ചിലപ്പോ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വന്നതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. പക്ഷേ മാത്യു കുഴൽനാടന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അറിയാൻ കഴിയുന്ന വോട്ടേ ഉള്ളൂ. 6000 വോട്ടിന്റെ 6000 വോട്ട് കടുത്ത മത്സരം നടക്കും. മാത്യു കുഴൽനാടൻ ടാർഗറ്റഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. മാത്യു കുഴൽനാടനെ മനഃപൂർവ്വം റാങ്ക് കുറയ്ക്കാൻ വേണ്ടി ആളുകൾ മാത്രമല്ല ഈ ഇത്തവണ ഏറ്റവും വലിയ ഫൈറ്റ്, പൊളിറ്റിക്കൽ ഫൈറ്റിന് ഇറങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ കൂടി വലിയ ശത്രുക്കളുണ്ടാവും. അതൊരു പ്രധാനപ്പെട്ട ഘടകമാൻ സാധ്യതയുണ്ട്. സ്വാഭാവികം. ഒരു പരീക്ഷ എഴുതാൻ പോയ സന്ദർഭത്തിൽ, അത് പ്രീ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോയ സന്ദർഭത്തിൽ തുണ്ടുവച്ച് എഴുതി വിജയിക്കാൻ പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് പിടിച്ച് ഡീബാർ ചെയ്ത ഒരാൾക്ക് ഒരു MLA എന്ന റാങ്കിങ്ങിൽ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യമാണ്. ഇതിന് ഏതെങ്കിലും കൃത്രിമത്തിൽ തുണ്ടുവച്ചതാണോ എന്നുള്ളത് നമുക്കറിയില്ല. 101 കിട്ടാനുള്ള ഭാഗ്യം. കാര്യം കഴിഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാലാവധി എടുക്കുക, അല്ലെങ്കിൽ അസംബ്ലിയുടെ കാലാവധി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തോറ്റ് തുന്നമ്പാടി MLA ആരാണ്? മാത്യു കുഴൽനാടൻ. സർക്കാരിനെതിരെ നിരവധി കേസുകളുമായിട്ട് കോടതിയിൽ പോകുന്നു. അതായത് മനോരമ കൊണ്ടുവരുന്ന സംഭവങ്ങളെ ഉടനടി മനോരമ വാർത്തകളുടെ അല്ലെങ്കിൽ മറുനാടൻ ഷാജന്റെ വാർത്ത പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി, പിണറായി വിരുദ്ധരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇദ്ദേഹം എടുത്ത് കോടതിയിൽ കൊണ്ടുപോയി എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ എത്ര വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ തോറ്റ് തുന്നമ്പാടിയാക്ക് 101ാമത്തെ റാങ്കെങ്കിലും കിട്ടിയെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമാണ്. കാര്യം ഇതിലും എന്തോ കൃത്രിമത്വം നടന്നു. ആ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതിയ പോലെ ഉണ്ടല്ലോ, അതുപോലെ എന്തോ ഉടായ്പ കാണിച്ചിട്ടല്ലാതെ ഈ റാങ്ക് കിട്ടാം. കാര്യം 140ാമത്തെ റാങ്ക് പോലും കിട്ടാൻ ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനം കൊണ്ട് ഇപ്പം നമ്മളാരും ഇതിൽ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആര് ഡീഗ്രേഡ് ചെയ്യാൻ? അതായത് കുറച്ച് PR കമ്പനിക്കാരെയും കൊണ്ട് കടന്നു ഒരു അടിമുടി പൊട്ട വക്കീൽ, അതായത് ഈ പറയില്ലേ PR ബിൽഡപ്പുകളും ചില മാധ്യമ വാർത്തകൾക്കപ്പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെയാണ്. ഇപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന് പറയുന്നു. ആ അഭിഭാഷകൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവിടെയാണ് കാണേണ്ടത്. സുപ്രീം കോടതിയിലെ കേസുകളിൽ ഇദ്ദേഹം അപ്പീർ ചെയ്തോ അല്ലെങ്കിൽ കേസുമായി പോയി കഴിഞ്ഞാൽ വിജയിക്കുന്ന ആളാണെങ്കിൽ അത് നമ്മൾ ഒരാളെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കിടുവാണെന്ന് പറയണം. ഇനി ഹൈക്കോടതിയിൽ കേവലം നമുക്കറിയാലോ, കേരളവർമ്മ കോളേജ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജാണ് തോന്നുന്നു, കോളേജിൽ SFIയുടെ കേസുമായിട്ട് പോയത് ഓർമ്മയില്ലേ? അവിടുത്തെ ഒരു വോട്ടിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് പോയിട്ട് 7 വോട്ടിന് SFIയെ വിജയിപ്പിച്ച അതേ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കുഴലെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു തരത്തിലും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ എന്നിട്ട് 101ാമത്തെ റാങ്കെങ്കിലൊക്കെ കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായി എന്ന് പറയുമ്പോൾ, എന്നിരുന്നാലും നമ്മുടെ ഈ നാട്ടിലെ വീരുറ്റ പെർഫോമൻസുകാരായിട്ടൊക്കെ ഗ്രാഫിൽ ഉയർത്തി നിർത്തുകയും നിയമസഭയിലൊക്കെ എണീറ്റ് നിന്ന് ഡയലോഗ് അടിക്കുന്നതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ പെർഫോമൻസ് എടുക്കുമ്പോൾ ഇത്രയും ഗതികെട്ടൊരു വീറുറ്റ പോരാളി ഈ നാട്ടിലുണ്ടോ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്.